വന്ന പടം ആണ്. മൊത്തത്തിൽ എങ്ങനെയുണ്ട് ലാലേട്ടന്റെ ഒരു അടിപൊളിയാണ്. മൊത്തത്തിൽ ഇതുവരെ ഒരു ത്രില്ലിംഗ് തന്നെ പോകുന്നുണ്ട്. ആണ് അടിപൊളി ഇമോഷണലുള്ളതാണ്. നൈസാണ്. എങ്ങനെയുണ്ട് ലാലേട്ടന്റെ പ്രകടനം? ആണ് അടിപൊളിയാണ്. അടിപൊളി അടിപൊളിയായിട്ട് ആണ്. നല്ലൊരു ത്രില്ലിൽ നിർത്തിയേക്കണം. പറയാൻ പറ്റുള്ളൂ. ഇതുവരെ അടിപൊളിയായിട്ട് തന്നെ പോയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ അതേ പ്രതീക്ഷയുണ്ട്. ഓക്കെ ഏട്ടാ, പൊളിക്കട്ടെ. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. നല്ല എൻഗേജിംഗ് ആയിട്ട് തന്നെ പോയി. ഫസ്റ്റ് ഹാഫ് ഒരു ഇമോഷണൽ ജേണിയാണ്. അപ്പൊ സെക്കൻഡ് ഹാഫിലേക്കായിരിക്കും ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുക. സെക്കൻഡ് ഹാഫിനായിട്ട് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, പിന്നെ തീർച്ചയായും ബാക്കി കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. കാണട്ടെ. ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഹാഫ്? എങ്ങനെയുണ്ട് ലാലേട്ടന്റെ ഒരു പ്രകടനമൊക്കെ നോക്കുമ്പോ? അടിപൊളിയായിട്ട്. എങ്ങനെയാണ് സെക്കൻഡ് ഹാഫിലേക്കാണ് കൂടുതൽ പ്രതീക്ഷ വെക്കുന്നത്? അടിപൊളിയായിട്ട് എങ്ങനെയുണ്ട് ലാലേട്ടന്റെ ഒരു തിരിച്ചൊരു ലാലേട്ടന്റെ പ്രകടനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി കംബാക്ക് ആണ്. ഒരു ത്രില്ലിംഗ് മൂഡിലാണോ പോകുന്നത് ഫസ്റ്റ് ഹാഫ്? ഒരു ത്രില്ലിംഗ് മൂഡിലാണോ ഫസ്റ്റ് ഹാഫ് പോകുന്നത്? ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിന് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു, നല്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് ലാലേട്ടന്റെ ഒരു പ്രകടനമൊക്കെ നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? ലാലേട്ടന്റെ പ്രകടനമൊക്കെ നോക്കുമ്പോൾ ഒരു ബർത്ത്ഡേ ദിവസം തന്നെ ദൃശ്യത്തിന്റെ ഒരു കാണാൻ പറ്റി. ഒരു ഫസ്റ്റ് ഹാഫ് തന്നെ മനസ്സ് നിറഞ്ഞു. മനസ്സറിഞ്ഞ് കാണാൻ പറ്റിയ ഫാമിലിയായിട്ടിരുന്ന് കാണാൻ പറ്റും. ഫസ്റ്റ് ഹാഫ് ഒരു ഫാമിലി മൂഡ് തന്നെയാണ്. ഇന്റർവെല് പഞ്ച് നല്ല രസമായിട്ട് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അപ്പൊ സെക്കൻഡ് ഹാഫിലേക്കാണ് ബാക്കി നോക്കിയിരിക്കുന്നത്. എന്താണെന്ന് അറിയാം. ഫസ്റ്റ് ഹാഫ് കൊള്ളാം. ടിസ്റ്റ് കൊണ്ട് നിർത്തിയേക്കുന്നത് നല്ല രസമായിട്ട് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അങ്ങോട്ട് തുടർന്ന് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ 1ലും 2ലും കണ്ട പോലെ തന്നെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ആ ഒരു പ്ലോട്ട് സെറ്റ് ചെയ്യൽ തന്നെയാണ്. ആ ഫാമിലിയുടെ ഇപ്പോഴത്തെ ഒരു പ്രോസസ്സ് എന്താണെന്നുള്ള പ്ലോട്ട് സെറ്റ് ചെയ്യാം. പക്ഷെ അതിനകത്ത് രണ്ടിലും ഇന്റർവെൽ കട്ട് അടിപൊളിയായിരുന്നു. അതായത് ഇനിയുള്ള ട്രാൻസിഷൻ എന്താണെന്നുള്ളത് ഭയങ്കര അടിപൊളിയായിട്ട് ആ കട്ട് വെച്ചിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ് സെക്കൻഡ് ഹാഫ് കാണാനായിട്ട്. അടിപൊളിയാണ്. ഓബിയസ്ലി നമ്മുടെ ദൃശ്യം ഫ്രാഞ്ചൈസിൽ കണ്ടുവന്നേക്കണ പോലെ തന്നെ ഭയങ്കര അടിപൊളിയാണ്. കൂടെ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര ഇനി ഒരു ഡബിൾ സെലിബ്രേഷൻ പോലെ. എന്നിട്ട് ബർത്ത്ഡേക്ക് ഒരു വലിയ ഗിഫ്റ്റുമായിട്ടാണ് പുള്ളി വന്നത്. അജയ് ദേവന്റെ കരിയറിന്റെ നെക്സ്റ്റ് ഹിറ്റായിട്ടാണ് ഇത് തോന്നുന്നത്. ജിത്തു ജോസഫും മോഹൻലാലും ഒരുക്കിയേക്കുന്നത്. ആൻഡ് ഞാൻ ആക്ച്വലി ഫാൻസ് വർക്കായിട്ട് ബോംബെയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ എന്താണ് പറയുന്നത്, ആ എഫേർട്സ് എടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, കഷ്ടപ്പാട്, അത് വർത്തായിട്ട് തോന്നുന്നു.